സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സഭയിൽ സംസാരിക്കുക തന്റെ അവകാശമാണെന്നും പ്രതിപക്ഷത്തിന് അതിന് അവസരം നൽകുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വലിയ പ്രതിഷേധമായിരുന്നു രാവിലെ ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് പിരിച്ചുവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അനൂപ് ദാസ് വിവരങ്ങളുമായിട്ടുണ്ട്. അനൂപ്, ലോക്സഭ വീണ്ടും പുനരാരംഭിച്ചോ? എവിടെയാണ് രാഹുൽ ഗാന്ധി ഈ കാര്യം പ്രതികരണം നടത്തിയത്? ലോക്സഭ 2 മണിക്ക് വീണ്ടും പുനരാരംഭിച്ചെങ്കിലും വലിയ പ്രതിഷേധത്തെ തുടർന്ന് 4 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭാ നടപടികൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്ന് വർഷകാല സമ്മേളനം ആരംഭിച്ച സമയം മുതൽ പെഹൽഗാമിലെ സുരക്ഷാ വീഴ്ച, ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച വിശദമായ ചർച്ച, ഈ 2 വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം, ഇന്ത്യ സഖ്യ പാർട്ടികളെല്ലാം ഒരുമിച്ച് പ്രതിഷേധത്തിലാണ്. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പ്രിയങ്ക ഗാന്ധി അറിയിച്ചത്. ഏതാണ്ട് 12 മണിയോടുകൂടി ഈ സഭ പിരിഞ്ഞപ്പോൾ, പ്രതിഷേധത്തെ തുടർന്ന് സഭ പിരിഞ്ഞപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചത്. അതിനുശേഷം രാഹുൽ ഗാന്ധി തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ അവകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് സർക്കാർ എന്ന് പറഞ്ഞു. ഒപ്പം ഇതിന് മറുപടിയായിട്ട് ആ സമയം സ്പീക്കറുടെ ഡയസിലുണ്ടായിരുന്ന, സ്പീക്കറുടെ ചുമതല വഹിച്ചിരുന്ന ജഗദാംബിക പാൽ പറഞ്ഞ കാര്യം, ഇന്ത്യ കണ്ട ഏറ്റവും പക്വതയില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി, അദ്ദേഹം ഉത്തരവാദിത്വമില്ലാതെയാണ് പ്രതികരിക്കുന്നത്, ഇടപെടുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എന്തായാലും അതിശക്തമായ പ്രതിഷേധമാണ് തുടക്കം മുതൽ ഈ സമയം വരെ ലോക്സഭയിൽ കണ്ടത്. രാജ്യസഭയിലും തുടക്കത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം ഈ സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുന്നതാണ് കാണാൻ കഴിയുന്ന കാര്യം.